അപ്പനമ്മ, 2 ചേട്ടന്മാര്. ആദ്യം ഈ പേരിട്ടെൻ്റെ കേസ് പറയാം. എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ മോഹൻലാലും എൻ്റെ അമ്മ കവിയൂർ പൊന്നമ്മയാണെന്നാണ്. അത്ര കണ്ട് സ്നേഹം കൊണ്ട് ആ മകൻ അമ്മയുടെ പേര് സ്വന്തം പേരിൽ ചേർത്തു. എനിക്ക് കുട്ടിക്കാലത്ത് ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെയായിരുന്നു. അമ്മ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. കാരണം അമ്മ ഭയങ്കര ഹാർഷാണ്. അവർക്ക് സ്വീറ്റായി സംസാരിക്കാനെന്ന് പറഞ്ഞുകൂടാ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ബൈക്കിന്റെ കീ കണ്ടോ? ഞാൻ വീട്ടിൽ ബൈക്ക് ഓടിക്കാനാണ് എന്നിട്ട് പിന്നെ കണ്ടെടുത്ത കണ്ടോട്. ഇവർ അമ്മ അലറാണ് എന്തിനാ ഒച്ചയെടുക്കണേ? എന്നാൽ എൻ്റെ അപ്പനോട് ചോദിക്കുകയാണെങ്കിൽ, അപ്പൻ ഈ വനദേവതയാണ്, മറ്റേ കോടാലി പോയില്ലേ, അപ്പനോട് ചോദിക്കണം, അപ്പ എൻ്റെ ബൈക്കിന്റെ കീ കണ്ടോ? പുള്ളി വരും, ഇതാണ് മോൻ്റെ ബൈക്കിന്റെ കീ. അപ്പൊ ഞാൻ, അതേ ഫാദർ, താങ്ക് യു മോനെ. അത്ര ജെന്റിലായിട്ടുള്ള ഒരു അപ്പൻ. പുറത്തു പോകുമ്പോ അപ്പ ഞാൻ കാർ എടുക്കാണ്, അമ്മ പറയും, നിനക്ക് ബസ്സിൽ കയറി പോയെന്നുള്ള കുഴപ്പം, പെട്രോൾ കത്തിച്ച് കളയേണ്ട വല്ല കാര്യം ഉണ്ടോ? ബസ് കയറി പോടാ. അപ്പം പറയും, വെയിലാണ്, നീ കാർ എടുത്തെങ്കിൽ പോ. അമ്മയുടെ എപ്പോഴും അടിയാണ്. അമ്മ സ്ഥിരം എനിക്ക് ഉണ്ടാക്കി തന്നത് പുട്ട് കടല, പുട്ട് പയറ്, പുട്ട് പഞ്ചസാര. ഒരിക്കൽ ഇത് നിങ്ങളുടെ ഇവിടെയുള്ള ഏതെങ്കിലും മക്കൾക്ക് അവരുടെ അമ്മമാർ കൊടുത്തേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലെങ്കിൽ അമ്മമാർക്ക് സജസ്റ്റ് ചെയ്യാണ്, ഇത് ഇറ്റ് റിയലി വർക്ക്സ്. ഒരു ദിവസം അമ്മ എനിക്ക് തന്നത് പുട്ടും ജാമുമായിരുന്നു. ആദ്യം കുഴയ്ക്കുമ്പോൾ ജസ്റ്റ് കണ്ണ് നിറയും, നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നാണമാവില്ല അമ്മേ, ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം മകന് പുട്ടും ജാമും കൊടുക്കുവോ? അപ്പൊ അമ്മ പറഞ്ഞത്, നീ വന്ന് ഉണ്ടാക്കണ. ഞാൻ പറഞ്ഞു, ഇച്ചിരി ജാം. അമ്മയുടെ എപ്പോഴും അടിയായിരുന്നു. എനിക്ക് അമ്മയുടെ പേരിഷ്ടമല്ല. അന്നംകുട്ടി, എന്ത് പേരാണത്? ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ചില പേരുണ്ട്, ത്രേസ്യ അമ്മ, തങ്കമ്മ, മേരിക്കുഞ്ഞ്, അന്നംകുട്ടി. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അമ്മമാരുടെ പേര് ലില്ലി, സൗമ്യ, മെറിൻ. എൻ്റെ മാത്രം അന്നംകുട്ടി. എന്നോട് പണ്ട് കൂട്ടുകാർ ചോദിക്കും, അമ്മയുടെ പേരെന്താണ്? ഞാൻ പറയും, ആൻ. ഒരുപാട് കാലം ഞാൻ ആൻ എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം എൻ്റെ കല്യാണമായിരുന്നു. ഞാൻ കെട്ടിയ പെണ്ണിൻ്റെ പേരും ആൻ. ഓരോ പേരൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം. അല്ല, എൻ്റെ ഭാര്യ നല്ലൊരാളാണ്. അപ്പം അമ്മയുടെ എപ്പോഴും അടി. എനിക്ക് അമ്മയെ മനസ്സിലാക്കാൻ പറ്റണില്ല. അമ്മയെ മനസ്സിലായത് അപ്പൻ ബാംഗ്ലൂർക്ക് പോയപ്പോഴാണ്. അല്ല, അപ്പ ബാംഗ്ലൂർക്ക് പോയപ്പോഴാണ്. എൻ്റെ രണ്ടാമത്തെ ചേട്ടന് രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ കൊച്ചിനെ നോക്കാൻ, ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ കൊച്ചിനെ നോക്കാൻ അമ്മ ബാംഗ്ലൂർക്ക് പോയി. എൻ്റെ അപ്പനെ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും അടുക്കളയിൽ കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും. ഞാൻ പട്ടിണി കിടക്കേണ്ടി വരുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും എൻ്റെ അപ്പൻ ദി ബെസ്റ്റ്. കുക്കിംഗ് മാത്രം അറിയാവുന്നതുകൊണ്ട് എൻ്റെ അമ്മയുടെ തട്ട് കുറച്ചെങ്കിലും കയറി നിൽക്കണം. അതർവൈസ് എനിക്ക് അമ്മ ഇഷ്ടമല്ല. ഇപ്പം ഞാൻ വെച്ചാൽ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാം. രാവിലെ എല്ലാ സംഭവം ഒരു കട്ടൻ ചായ തരും. അമ്മ ബാംഗ്ലൂരാണ്. രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു മടി. അമ്മ എന്തായാലും കട്ടൻ ചായ ഉണ്ടാവില്ല. അപ്പോൾ ഡോറ് നോക്കി നിന്നു, ജോസ്ബേ എഴുന്നേക്ക് കട്ടൻ ചായ കുടിക്കി. ഞാൻ ഞെട്ടി. അമ്മ തിരിച്ചു വന്നു. ഞാൻ പോയി നോക്കുമ്പോൾ അവിടെ അപ്പൻ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചു. ഞാൻ ചെയ്യുന്നത്, എൻ്റെ അപ്പൻ കട്ടൻ ചായ ഉണ്ടാക്കൂ. പിന്നെ പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഞാൻ നോക്കുമ്പോൾ ഈ ഹൗസ് വാമിങ്ങിന് കിട്ടുന്ന ഡിന്നർ സെറ്റ് പുള്ളി പൊട്ടിച്ചിരിക്കുന്നു. ആ മനോഹരമായ പാത്രമില്ലേ, കപ്പ് സോസറൊക്കെ ഉള്ളത്, അതിൽ പുള്ളി സ്പൂണും ഫോർക്കും കുരിശാകൃതിയിൽ സൈഡിൽ വെച്ച് കപ്പ് സോസറൊക്കെ വെച്ചെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ വിചാരിച്ചു കോണ്ടിനെൻ്റ് പുട്ടും അല്ല, ഉപ്പുമാവും കടലക്കറിയാണ്. ഉരുൾപൊട്ടൽ പോലെയായിരുന്നു ഉപ്പുമാവും. ഭയങ്കര ഉണ്ടകളായിരുന്നു, മര്യാദയ്ക്ക് പിടിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പനിങ്ങനെ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. ഒരു ടേസ്റ്റും ഇല്ലെങ്കിൽ അപ്പൻ്റെ കമ്മിറ്റ്മെൻറ്റിനോട് എനിക്ക് സ്നേഹമുണ്ട്. ഒരു ദിവസം അപ്പൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഞാൻ അപ്പനോട് ചോദിച്ചു, അപ്പച്ചാ വണ്ടിയുടെ കീ കണ്ടോ? ഞാൻ ഇന്നലെ വണ്ടി ഓടിച്ചാണ്. ഞാൻ ഞെട്ടി. എൻ്റെ അപ്പൻ ആദ്യമായിട്ട് ചൂടാവുന്നത് ഞാൻ അന്നാ കാണുന്നത്. എൻ്റെ അപ്പൻ ബൈക്കിൻ്റെ കീടെ പില്ലാണ്ട് ഈ ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കണം, ഈ പാത്രം മുഴുവൻ കഴുകണം, നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്യ്. ഇതേ ഡയലോഗ് 1000 തവണ കഴിഞ്ഞ 20 വർഷത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പറഞ്ഞത് അപ്പനല്ലായിരുന്നു, അമ്മയായിരുന്നു. മോനെ, നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്താൽ എനിക്ക് അത്രയും ഭാരം കുറയും. 3 മക്കളുടെ അമ്മ, 4 ആൺപിള്ളേരൊപ്പം ജീവിച്ചതാണ് എൻ്റെ അമ്മ. എൻ്റെ അപ്പൻ 3 ആൺമക്കള്, അധ്യാപികയാണ്. രാവിലെ പോവും, മുറ്റടിക്കും, എല്ലാവർക്കും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ലഞ്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്നിട്ട് അവർ ഓടും, തൊള്ള തുറന്ന് പഠിപ്പിക്കും, തിരിച്ചു വരും. രാവിലെ പുട്ടുണ്ടാക്കി തന്നെ അവരെ കാല് തൊട്ട് വന്നിക്കണമായിരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി, എൻ്റെ അപ്പൻ വളരെ നല്ലവനാണ് എനിക്ക് തോന്നുന്നത്. അപ്പൻ നാട് നന്നാക്കാൻ നടക്കുകയും വീട്ടിലെ ഭാരം മുഴുവൻ അമ്മ വലിച്ചത് കൊണ്ടുമാണ്. അങ്ങനെ കുറ്റബോധം കൊണ്ട് ഇത്രയും കാലം ഞാൻ കളിയാക്കിയിരുന്ന, തള്ളിപ്പറഞ്ഞിരുന്ന എൻ്റെ അമ്മയെ റെസ്പെക്റ്റ് ചെയ്യണം. എൻ്റെ ഒറ്റ ഡിസിഷനിലാണ്
എൻ്റെ പേര് ജോസഫ് കെ ജോസിനെ കെ കട്ട് ചെയ്ത് കളഞ്ഞ് ജോസഫ് അന്നൻകുട്ടി ജോസ് എന്നിട്ടത്. അന്ന് തുടങ്ങി എൻ്റെ ജീവിതം മാറി. അതാണ് ജോസഫ് അന്നൻകുട്ടി ജോസ്.